പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും ഖനൌരിയിലും കർഷക സമരം അടിച്ചമർത്തി പഞ്ചാബ് പോലീസ്. കർഷകർ കെട്ടിയ കുടിലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കിയത് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ കർഷക സംഘടനാ നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹരിയാനയുടെയും അതിർത്തിയായ ശംഭുവിൽ ഒരു വർഷത്തിലേറെയായി കർഷകർ കുടിൽ കെട്ടി സമരം ചെയ്തു വരുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് പഞ്ചാബ് പോലീസ് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത്. ശംഭു അതിർത്തിയിൽ സമരത്തിനെത്തിയ 300ഓളം കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കർഷകർ കെട്ടിയിരുന്ന കുടിലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തു. ശംഭുവിലെ കർഷകർക്ക് നേരെ പോലീസ് ക്രൂരമായ അതിക്രമമാണ് കാട്ടിയതെന്നാണ് ആരോപണം. ഖനൌരി അതിർത്തിയിൽ നിന്നും ഏകദേശം 700 കർഷകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടാതെ കേന്ദ്ര പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കർഷക സംഘടനാ നേതാക്കളെയും പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തിരുന്ന കർഷകർക്ക് ആം ആദ്മി പാർട്ടി സർക്കാർ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത് പൊള്ളയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് പഞ്ചാബിലുണ്ടായത്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും അടക്കം സമരം ചെയ്ത കർഷക സംഘടനാ നേതാക്കളെ നേരിൽ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചതും വഞ്ചന മാത്രമായിരുന്നുവെന്നും കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷമാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതെന്നാണ് പഞ്ചാബ് പോലീസിന്റെ വിശദീകരണം. ജനം, ഡൽഹി.